ആരാണ് വർഗവഞ്ചകരെന്ന് ഇപ്പോഴും അവർക്കറിയില്ല. ഇതേപോലെ KR ഗൗരിയമ്മ നേരിട്ടുണ്ട്. ചോദ്യന്ന് പോലും വിളിച്ചിട്ടാണ് KR ഗൗരിയമ്മേനെ വിമർശിച്ചിട്ടുള്ളത് ഈ രാഷ്ട്രീയ കേരളം. അങ്ങനെ പല ആളുകളും വിമർശിക്കുന്നുണ്ട്. ഇവരെന്തുകൊണ്ട് പാർട്ടി വിട്ട് പോയെന്ന് ഈ പുറത്താക്കിയ വർഗവഞ്ചകർ ഒരു നിമിഷം ആലോചിച്ചിട്ടില്ലേ? അവരുന്നയിച്ചിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ, പാർട്ടിയിലെ ജനാധിപത്യം ഇല്ലായ്മ, പാർട്ടിയിലെ മരിക്കും വരെ സ്ഥാനാർത്ഥിയായിട്ട് തുടരുന്ന പ്രവണത, ഇവർ ഉന്നയിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ചില സംഗതികളാണ്. ഈ സംഗതികൾ വെച്ച് പുലർത്തുന്ന നേതാക്കന്മാരുണ്ട്. ഈ ജീർണതകൾ സംരക്ഷിക്കുക. മരിക്കും വരെ ഞാനും എൻ്റെ ഭാര്യ മത്സരിക്കണം, മരിക്കണവരെ 7-8 തവണ ഞാൻ മത്സരിക്കും. ഇങ്ങനെ നിയമസഭയിൽ നിന്ന് കിട്ടുന്ന വലിയൊരു തുക അടിച്ചു മാറ്റാൻ വേണ്ടിയാണ് ഇവർ നിയമസഭയിലേക്ക് നിൽക്കുന്നത്. സത്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയല്ല ഇവർ നിലനിൽക്കുന്നത്. അങ്ങനെ തുടരെ മത്സരിക്കുന്ന ഈ ആളുകളാണ് ഈ നേതാക്കന്മാരുടെ അധികാര വ്യാമോഹമുണ്ട്. തുടരെ മത്സരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ അധികാര വ്യാമോഹം ഉള്ളത് കൊണ്ടാണ് അത്തരം വ്യക്തികൾ തുടർന്ന് അധികാരത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു. അവർ തന്നെ അവർക്ക് സീറ്റ് കൊടുക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കും. അങ്ങനെ വ്യാമോഹമുള്ള വ്യക്തികളെ പാർട്ടിയിലെ മറ്റ് ആളുകൾ ചോദ്യം ചെയ്യുമ്പോഴാണ് വർഗവഞ്ചകരാകുന്നത്. അപ്പോൾ ഈ വർഗവഞ്ചക മുദ്ര കുത്തിയിട്ട് ആക്ഷേപിച്ച് പുറത്തേക്ക് പോയ ആളുകൾ അവർ പറയുന്നത് മുഴുവൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതും ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്തതും ആയ അഴിമതിയുടെ വലിയൊരു ചാകര തന്നെ ഇവർ പുറത്തേക്ക് ഒഴുക്കി വിടുമ്പോൾ ഇതൊന്നും മനസ്സിലാവാത്ത അണികളുണ്ടല്ലോ, അവരാണ് ഈ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം. കാരണം ഒരു സംസ്ഥാനത്തും ഇത്രയും